ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 21 മുതലുള്ള വാക്യങ്ങൾ, 21, 22, 23, 24 വാക്യങ്ങൾ നമുക്ക് അല്പമായി ധ്യാനിച്ച് എഫെസ്യ ലേഖന പഠനം നമുക്ക് അവസാനിപ്പിക്കാം. 21-ാമത്തെ വാക്യം: ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. അപ്പോൾ തിഹിക്കോസിനെ എഫെസോസിലെ സഭയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ അയക്കുകയാണ്. എഫെസോസിലെ സഭ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് വളരെ താല്പര്യം ഉള്ള ഒരു സഭയാണ്. കാരണം ആ സഭയിൽ താൻ 3 വർഷം താമസിച്ച് അവിടെ അവരെ വചനം പഠിപ്പിക്കുകയും അങ്ങനെ അവരുമായിട്ട് നല്ല ഒരു ബന്ധവും പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. അതുകൊണ്ട് ജയിലിൽ കഴിയുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് അറിയുവാൻ ഇവിടെ എഫെസോസിലെ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് അത് അറിയിക്കുവാനായിട്ട് ഇവിടെ തിഹിക്കോസിനെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടക്കുകയാണെങ്കിലും തന്നെക്കുറിച്ച് താല്പര്യം വിശ്വാസികൾക്കുണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22-ാമത്തെ വാക്യത്തിൽ: നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെ പ്രയാസത്തിലിരിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലനാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ, സഭയിൽ നിന്ന് ചില പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് പൗലോസ് അപ്പോസ്തലന്റെ അടുക്കിലേക്ക് അയച്ച് പൗലോസ് അപ്പോസ്തലനെ ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നോർമൽ എന്ന് പറയുന്നത്. എന്നാൽ അതല്ല നമുക്കിവിടെ വചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ കാണാൻ കഴിയുന്നത് സഭയെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഭ തങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ആള് ഒരു ബന്ധനത്തിൽ അല്ലെങ്കിൽ ജയിലിൽ കഴിയുമ്പോൾ അവരെക്കുറിച്ചുള്ള സഭയുടെ വേദന എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസം കൊടുക്കത്തക്ക നിലയിലുള്ള ഒരു വേദനയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിഹിക്കോസിനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, തങ്ങളെ ശുശ്രൂഷിച്ചതായിട്ടുള്ള ആളുകളെ സംബന്ധിക്കുന്നതായിട്ടുള്ള അവരുടെ ഭാരവും അവരോടുള്ള അവരുടെ സ്നേഹവും താല്പര്യവും ഒക്കെ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു താല്പര്യം യഥാർത്ഥത്തിൽ ലോകത്തിൽ ശുശ്രൂഷകന്മാരെ കുറിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എന്നാൽ അത് അത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കുവാനായിട്ട് സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സഭയെ ആശ്വസിപ്പിക്കുന്ന ഒരു തലത്തിലാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നിൽക്കുന്നത്. തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ആരെങ്കിലും വരണം എന്നുള്ള നിലയിലല്ല. ഏത് കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും അവിടെ ആശ്വാസം തനിക്ക് തന്നെ പ്രാപിക്കുവാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞിരുന്നു. എന്നാൽ സഭയിലെ വിശ്വാസികൾ, അവരെ പ്രത്യേകിച്ച് ആത്മീയമായിട്ട് വളരുന്ന അല്ലെങ്കിൽ ശിശുക്കൾ അല്ലെങ്കിൽ പല വയസ്സുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവരെയാണ് ഇവിടെ ആശ്വസിപ്പിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആവശ്യമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ ആശ്വസിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആവശ്യമില്ലാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, തൻ്റെ ആത്മീയമായിട്ടുള്ള പക്വതയാണ് അതിന് കാരണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയ കഷ്ടങ്ങളുടെ ലിസ്റ്റൊക്കെ പല ലേഖനങ്ങളിലും താൻ പറയുന്നുണ്ട്.
എന്നാൽ എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ ആളുകൾക്ക് ആശ്വസിപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, ആത്മീയമായി താൻ കൈവരിച്ചിട്ടുള്ളതായ ധൈര്യവും തൻ്റെ പക്വതയും ദൈവവുമായിട്ടുള്ള തൻ്റെ ഏറ്റവും അടുത്ത ബന്ധവും കൂട്ടായ്മയുമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നാം ആയിത്തീരേണ്ടത് യഥാർത്ഥത്തിൽ ഒരു വലിയ ആവശ്യം തന്നെയാണ്. പലപ്പോഴും വിശ്വാസികൾക്ക് അവർ ഏറ്റവും ശിശുക്കളായിട്ടിരിക്കുന്ന ഒരു രീതിയാണ്, താല്പര്യമാണ് അവർക്കുള്ളത്. എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കണം, എല്ലാവരും എന്നെ കരുതിക്കൊള്ളണം, എൻ്റെ അടുത്ത് എല്ലാവരും ഓടി വരണം, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ വലിയ മുഖവില കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് ബാക്കി എല്ലാവരും പെരുമാറണം എന്നുള്ളതായ ചിന്തയാണ് യഥാർത്ഥത്തിൽ പൊതുവിൽ വിശ്വാസികൾക്കുള്ളത്. അതായത് ഞാനൊരു ശിശുവായിട്ട് ഇരുന്നു കൊള്ളാം, എല്ലാവരും എന്നെയൊക്കെ സന്തോഷിപ്പിച്ചും ആശ്വസിപ്പിച്ചും ബലപ്പെടുത്തിയും ഒക്കെ ഇരിക്കണം എന്നുള്ള ഒരു ചിന്ത. അതല്ല, അത് ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന പിച്ചവെച്ച നാളുകളിൽ അതൊക്കെ ആവശ്യമാണ്. അങ്ങനെ എല്ലാ കാലവും എല്ലാവരെയും അങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആരും ഒരു പക്വത പ്രാപിക്കുകയില്ല. നാം ആത്മീയമായി പക്വത പ്രാപിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നാം എത്തിപ്പെടേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ നമുക്ക് ഞാൻ അങ്ങനെ ശിശുവായിട്ടിരിക്കാം, അത് പലപ്പോഴും അത് വളരെ സുഖമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ മടിയിലെടുത്ത് വെച്ച് താലോലിച്ച് പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇരിക്കുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അവർ അങ്ങനെ അവരുടെ അപ്പൻ്റെയും അമ്മയുടെയൊക്കെ അടുത്ത് നിന്ന് കുറച്ചൊക്കെ പ്രായമായി കഴിയുമ്പോൾ അവരവരുടെ വല്യപ്പൻ്റെയും വല്യമ്മയുടെ അടുത്ത് പോയി അങ്ങനെ അവർ കൂടുതൽ ലാളിക്കുന്നത് കൊണ്ട് അവരുടെ അടുത്ത് പോകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരാലും ലാളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഒരു ശിശുവിൻ്റെ അല്ലെങ്കിൽ ഒരു ബാല്യക്കാരൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയല്ല ദൈവമക്കൾ അവർ ആത്മീയമായിട്ടുള്ള പക്വതയിലേക്ക്, പുരുഷത്വം എന്ന് നമ്മൾ ഇതിൻ്റെ ഈ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ വായിക്കുകയുണ്ടായി, പുരുഷത്വം പ്രാപിക്കുക, ആത്മീയമായിട്ടുള്ള പക്വതയിലേക്ക് വരിക. അപ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്തുവാനായിട്ടും കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാലവും മരണം വരെ ആശ്വാസം മാത്രം ലഭിച്ച് നമ്മളങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും സഭാശുശ്രൂഷകന്മാർ ആഗ്രഹിക്കുന്നത് അവരെ ആശ്രയിച്ച് അവരുടെ ലാളനകൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു തലത്തിൽ വിശ്വാസികൾ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അവരെ നിയന്ത്രിക്കാനും എല്ലാ കാര്യത്തിനും ഓടി അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നതൊക്കെ അവരെ നിയന്ത്രിക്കുന്നതിനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് പൊതുവിൽ അങ്ങനെയുള്ള ആശ്രിതരെ വളർത്തിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ സഭകളിൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം. എന്നാൽ അത് ദൈവവചന വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആശ്രിതരെ വളർത്തുക എന്നുള്ളതല്ല സഭാശുശ്രൂഷന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവരുടെ ഉത്തരവാദിത്വം കർത്താവിന് ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കർത്താവിന് ശിഷ്യന്മാരായി തീരുന്ന ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെയും ശിഷ്യപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ഈ ഒരു മനോഭാവവും അവസ്ഥയും ഒക്കെ നാം പഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് എത്രയോ കാലങ്ങളായി ശിശു സഹജമായ ഒരു അവസ്ഥയിലാണോ നാം ജീവിക്കുന്നത്, അതോ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന്, പുതുതായി വരുന്നവരായിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കുമോ? അതിനുള്ള പ്രാപ്തി, ആത്മീയമായിട്ടുള്ള പക്വതയും പ്രാപ്തിയും നമുക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞുവോ എന്നുള്ളത് ചിന്തിക്കുന്നത് ആവശ്യമാണ്. ശരി, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. 23-ാമത്തെ വാക്യത്തിൽ, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. ഒരു ആശംസ ആണ്. താൻ ലേഖനം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ആശംസയായിട്ട് പറയുകയാണ്, സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. ഈ വിശ്വാസത്തോടു കൂടിയ സ്നേഹം എന്ന് പറയുന്നത് അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിശ്വാസത്തെയും സ്നേഹത്തെയും തമ്മിൽ നമുക്ക് വേർതിരിക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ കഴിയുന്നതല്ല. പലപ്പോഴും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങൾ എന്ന പോലെ ഈ വിശ്വാസവും സ്നേഹവും അത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരാൾക്ക് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും സ്നേഹമില്ല എന്ന് പറയുകയും ചെയ്താൽ അത് വ്യാജമാണ്,
എന്ന് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അപ്പോൾ വിശ്വാസം ആണ് കാര്യം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം കാര്യമാണ്. വിശ്വാസത്താലാണ് നമ്മളുടെ നീതീകരണം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ആ വിശ്വാസം സ്നേഹത്താൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമായിട്ട് പരിണമിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവനിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ ദൈവസ്നേഹത്തെയാണ് തൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്നത്. അപ്പോൾ അവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമായി പരിണമിക്കുന്നു. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അങ്ങനെ എഴുതി. എന്നാൽ എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം പഠിച്ചതാണ്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. പൗലോസ് ഇവിടെയും ഗലാത്യർക്ക് എഴുതുന്നത് പോലെ തന്നെ ഇവിടെ എഫെസോസിലെ വിശ്വാസികളെ കുറിച്ച് ഉള്ള കേൾവിയിൽ നിന്നും അവരെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള വാക്കാണ്, നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയും വിശ്വാസത്തെയും അതുപോലെ തന്നെ സ്നേഹത്തെയും വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് കാണുന്നത്. പൗലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവേശുവിൽ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ എപ്പോഴും സ്തോത്രം ചെയ്യുന്നുവെന്നാണ്. അവിടെയും വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും, വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും എന്ന് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ ഇതേ അധ്യായത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കവചം എന്ന് പറഞ്ഞിരിക്കുന്ന നീതി എന്ന കവചം എന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. എന്നാൽ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ വിശ്വാസവും സ്നേഹവും എന്ന കവചം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ പ്രധാനമായിട്ടുള്ള ആന്തരിക അവയവങ്ങളെ സൂക്ഷിക്കുന്നതിന് കവചം ആണ് വേണ്ടത് എന്ന് നാം പറഞ്ഞുവല്ലോ. ഈ ലേഖനം എഴുതുമ്പോൾ വിശ്വാസവും അതുപോലെ തന്നെ സ്നേഹവും ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് കവചമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന് വിശ്വാസം എന്ന കവചമെന്നല്ല, സ്നേഹം എന്ന കവചമെന്നല്ല, വിശ്വാസവും സ്നേഹവും എന്ന കവചം, അതിലെ രണ്ടിനെയും വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. കവചം എന്ന് പറയുന്നത് ഏകവചനമാണല്ലോ, എന്നാൽ വിശ്വാസവും സ്നേഹവും എന്നത് ഏകവചനം പോലെ ഒന്നുപോലെ ആളുകളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നാം അവിടെയും കാണും. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ കൃപ ലഭിക്കണമെങ്കിൽ അവിടെ വിശ്വാസം ഉണ്ടായാൽ മതിയോ? പോരാ. വിശ്വാസവും സ്നേഹവും, വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈ കൃപ നമുക്ക് വർദ്ധിക്കുന്നത്. അപ്പോൾ കൃപ വർദ്ധിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ വിശ്വാസത്തിൽ നാം ആരോഗ്യമുള്ളവരും അതുപോലെ തന്നെ സ്നേഹത്തിൽ ആരോഗ്യമുള്ളവരുമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. അല്ലാതെ കൃപ ലഭിക്കുവാനായിട്ട് മറ്റ് മാർഗങ്ങളൊന്നും വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. രണ്ടാമത്തെ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. അപ്പോൾ ഈ വചനം, എന്നോട് കേട്ട പഥ്യവചനം, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും, അവിടെയും വിശ്വാസവും സ്നേഹവും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഫിലോമോന് ലേഖനം എഴുതുമ്പോൾ അവിടെയും അതിൻ്റെ 4-ാം വാക്യത്തിൽ കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. പ്രിയമുള്ളവരെ, എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഇതിനെ, ഈ രണ്ട് കാര്യത്തെ വേർപിരിക്കുവാനായിട്ട് കഴിയാത്ത വിധം ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും 1-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ ഇവിടെയും വിശ്വാസവും സ്നേഹവും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതിനിടയിൽ ഒരു പ്രത്യാശയുമുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. എന്നാൽ സ്നേഹം എന്ന തലത്തിലേക്ക് വരുമ്പോൾ അവര് വളരെ പിന്നോക്കമാണ്. സ്നേഹം എന്നുള്ളതിന് പകരം വെറുപ്പും പകയും വിദ്വേഷവും പിണക്കവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അനേക സഭകളിലും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് സഭകളെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനെ വേർപിരിക്കുവാൻ കഴിയാത്ത വിധം വിശ്വാസത്തോട് ചേർന്നിരിക്കുന്ന, ശരിയായ വിശ്വാസത്തോട് ചേർന്നിരിക്കുന്ന കാര്യമാണ് സ്നേഹമെന്ന് പറയുന്നത്. കാരണം ഒരുവൻ വിശ്വസിക്കുമ്പോൾ, ഒരുവന്റെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചന പ്രകാരമുള്ള, തിരുവെഴുത്തുകൾ പ്രകാരമുള്ള ശരിയായിട്ടുള്ള ഒരു വിശ്വാസമാണ് എങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മാവിനെ ദൈവം അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നു എന്ന് പറയുമ്പോൾ, ദൈവാത്മാവിനെ പകരുന്നു എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തെ പകരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളിൽ അങ്ങനെ ഒരു ആത്മപകർച്ച നടന്നിട്ടില്ല എന്നുള്ളതാവാൻ സാധ്യതയുണ്ട്. അതല്ല, അങ്ങനെ ഒരിക്കൽ നടന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും നാം അതിനെ കൈമോശം വരുത്തി, നാം അതിനെ വിട്ടുകളഞ്ഞ് സ്നേഹത്തിൻ്റെ വഴിയിലല്ല, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വഴിയിലല്ല നാം ജീവിക്കുന്നത് എന്നും അതിന് കാരണമാകുവാനായിട്ട് കഴിയും. കാരണം വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള രക്ഷ എന്ന് പറയുന്നത് പോലെ തന്നെ ആ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസം എന്ന് നമുക്ക് കൈമോശം വരുന്നുവോ അന്ന് ആ സ്നേഹവും നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും കെടുത്തരുതെന്നും നിന്ദിക്കരുതെന്നും ഒക്കെ നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. നമ്മളിൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആളുകൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ചില വ്യക്തികളാണ് അവരെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് അവര് ഒരുപക്ഷെ കാണുന്നത്, അല്ലെങ്കിൽ അവര് പറയുന്നത്. നമുക്ക് താല്പര്യമുള്ള, നമ്മളോട് സ്നേഹം കാണിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ചിലരോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമല്ല ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് അത് വളരെ സാക്രിഫിഷ്യലായിട്ട്, അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ, എന്താണ് അതിൻ്റെ മലയാളം വാക്ക്? ത്യാഗപരമായ മനോഭാവത്തോടു കൂടി ദൈവജനത്തെ സേവിക്കുന്ന ഒരു സേവനമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രതിഫലനം, അല്ലെങ്കിൽ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവര് കുറെ കാലമൊക്കെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല സ്നേഹം എന്നുള്ള നിലയിൽ അവർ പോകും. എന്നാൽ പലപ്പോഴും പല നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ലോഹ്യം എന്നേക്കുമായിട്ട് അവസാനിച്ച് ബദ്ധശത്രുക്കളെ പോലെ ജീവിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് ധാരാളം കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെയുള്ള ആളുകളെ പരിചയം കാണും. എന്നാൽ അങ്ങനെയുള്ള ജീവിതം, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സ്നേഹം, അത് കേവലം എന്തോ ചില പൊരുത്തപ്പെടലുകൾ മാത്രമായിരുന്നു. അത് ദൈവാത്മാവിനാൽ പകരപ്പെട്ട ദൈവിക സ്നേഹമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ദൈവാത്മാവിനാൽ പകരപ്പെടുന്നതായിട്ടുള്ള ദൈവിക സ്നേഹം എന്ന് പറയുന്നത് അത് ദീർഘമായി ക്ഷമിക്കുന്നതും, അതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ ഏറെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതെല്ലാം ഒരുപക്ഷെ പലർക്കും കാണാപ്പാടം അറിയാവുന്നതായിട്ടുള്ള വാക്കുകളാണ്.
അത് ഏറെ സഹിക്കുന്നതും ക്ഷമിക്കുന്നതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള പൊറുക്കുന്നതുമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അതാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. അല്ലാത്തതായിട്ടുള്ള ചില മാനുഷികമായിട്ടുള്ള പൊരുത്തപ്പെടലുകളോ താല്പര്യങ്ങളോ ഒക്കെയാണ് പലപ്പോഴും മനുഷ്യർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകും. അത് പെട്ടെന്നുണ്ടാകുകയും പെട്ടെന്ന് പോവുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്നേഹം ദൈവിക സ്നേഹമല്ല. അങ്ങനെയൊരു സ്നേഹം മാത്രമേ നമുക്ക് ദൈവമക്കളോട് ഉള്ളൂവെങ്കിൽ നമ്മളിൽ ഒരു ആത്മീക പ്രശ്നം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുകയും നാം മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് നമുക്ക് വേണ്ടുന്നതായുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാർത്ഥതയെ വെടിയുക എന്നുള്ളതാണ്. എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നുള്ളത് സ്വാർത്ഥമായിട്ടുള്ളൊരാഗ്രഹവും, എന്നാൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുമെന്നുള്ളത് അത് ത്യാഗപരമായ സാക്രിഫിഷ്യൽ ആയിട്ടുള്ളൊരു മനോഭാവവുമാണ്. എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും എന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ ഡിക്ഷണറിയിലുള്ളതായിട്ടുള്ള സ്നേഹമാണ്. അതല്ലാതെ അത് വചനപ്രകാരമുള്ളതായ ഒരു സ്നേഹമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹത്തെ, നമുക്ക് ദൈവമക്കളോടുള്ളതായിട്ടുള്ള സ്നേഹത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നമ്മുടെ ആത്മീക അവസ്ഥ എന്ത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവും തോതും അതിൻ്റെ നിലവാരവും എന്ത് എന്നൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എവിടെയെങ്കിലും മനസ്സാന്തരപ്പെടുത്താനും തിരുത്താനും ആവശ്യമുണ്ടെങ്കിൽ അത് നാം കർത്താവിൻ്റെ വരവിന് മുമ്പേ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതും ആവശ്യമാണ്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, സഹോദരന്മാരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പിന്നെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മെ തന്നെയാണ്. അതുകൊണ്ടാണ് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് അവർ സ്വസ്നേഹികൾ എന്നാണ്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാൻ മനുഷ്യർ സ്വസ്നേഹികളും, അതാണ് പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ. അവരെ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. തങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ തങ്ങളെക്കുറിച്ച് തന്നെയുള്ള ആവലാതികളും വേവലാതികളും, തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം, തങ്ങൾ എന്ന് പറയുമ്പോൾ തങ്ങളും തങ്ങൾ ഉൾപ്പെട്ടതായിട്ടുള്ള തങ്ങളുടെ ഏറ്റവും അടുത്തുള്ളതായിട്ടുള്ള ഒരു പക്ഷേ ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ അടങ്ങുന്നതായിട്ടുള്ള ആ ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്നേഹമാണ് എങ്കിൽ അത് ദൈവിക സ്നേഹമല്ല, അത് സ്വസ്നേഹമാണ്. അത് ദുർഘട സമയങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നതായിട്ടുള്ള ആളുകളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സ്നേഹം മാത്രമാണ്. ത്യാഗപരമായിട്ടുള്ള സ്നേഹം നമ്മളിൽ ഉളവാകുന്നുവെങ്കിൽ മാത്രമേ നാം ദൈവമക്കൾ എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ശരി, നമുക്ക് അടുത്ത ഒരു വാക്യവും കൂടെ ആണ് യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിലുള്ളത്, ഈ പുസ്തകത്തിലുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു പുസ്തകം പഠിക്കുവാനായിട്ട് ആരംഭിക്കാം. 24-ാമത്തെ വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് നമ്മൾ ആശംസ പറയുകയും ആശീർവാദം പറയുകയും ലേഖനങ്ങളിലൊക്കെ അങ്ങനെ ഈ ആശീർവാദത്തോടു കൂടി ലേഖനം അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുമെന്നാൽ ഇവിടെ ഈ സ്നേഹിക്കുന്ന, ഈ കൃപയ്ക്ക് അർഹമായിരിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. അക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്, അതായത് കുറവ് വരാത്തത്, വീഴ്ച വരാത്തത് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ദ്രവിച്ചു പോകാത്ത എന്നുള്ള അർത്ഥമാണ് അക്ഷയമായ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ക്ഷയിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറഞ്ഞു പോകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അത് ഇല്ലാതെയാവാം. ക്ഷയിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് കുറഞ്ഞു പോകാം, അതിന് ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അത് ഇല്ലാതെ തന്നെ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തോടുള്ള, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അതങ്ങനെ ചാഞ്ചാടുന്ന ഒരു സ്നേഹമാണോ? കുറഞ്ഞു കാലം കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണോ, അതെയോ കുറഞ്ഞു പോവുകയാണോ? അത് ഒരു ദിവസം സ്നേഹം, അടുത്ത ദിവസം
പിറുപിറുപ്പ്, അടുത്ത ദിവസം പരാതി, അടുത്ത ദിവസം സ്നേഹം, ഇങ്ങനെയുള്ളതായ ഒരു സ്നേഹമാണോ ദൈവത്തോട് നമുക്കുള്ളത്? കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമെങ്കിൽ അത് അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കൂടെയേ കൃപയ്ക്ക് ഇരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ദൈവത്തിന് തൻ്റെ കൃപ തൻ്റെ മക്കളുടെ മേൽ കൊടുക്കുമ്പോൾ മനുഷ്യരുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രതികരണത്തിനനുസരിച്ച് കൃപ കുറച്ചും കൂട്ടിയും അതിനെ അങ്ങനെ ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള കൃപ എന്ന് പറയുന്നത്. അത് അക്ഷയമായി സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ കൃപ ലഭിക്കുവാൻ തക്കവണ്ണം അക്ഷയമായി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരെയാണ് നാം സ്നേഹിക്കുന്നത്? നമുക്ക് വേണ്ടി ജീവൻ തന്ന, നിത്യനാശത്തിൽ നിന്നും നിത്യശിക്ഷാവിധിയിൽ നിന്നും നമ്മെ വിടുവിച്ച് സർവത്തിൻ്റെയും സൃഷ്ടിതാവായിട്ടുള്ള ദൈവത്തോട് നമ്മെ നിരപ്പിച്ച് സ്വർഗത്തിലെ എല്ലാ അവകാശങ്ങളും നമുക്ക് വേണ്ടി നേടിത്തന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആരെയാണ് അക്ഷയമായി സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നത്? പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ചോദ്യമാണ്. കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം കർത്താവ് നമ്മളോട് കാണിച്ചിരിക്കുന്നതായിട്ടുള്ള സ്നേഹത്തോട് നന്ദിയോടെ പ്രതികരിക്കുക എന്നുള്ളതാണ് തിരിച്ചുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതിന് കഴിയാത്തവർക്ക് ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹവും താല്പര്യവും എന്ന് പറയുന്നത് എത്രയോ കഷ്ടമെന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. കൃപ നമ്മളോട് കൂടി ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് അക്ഷയമായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. അതുപോലെ തന്നെ സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും നമ്മളിൽ ഉളവാകുമാറാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം ആ ഒരു പുസ്തകം പഠിക്കുവാനായിട്ട് ആരംഭിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം പഠനം വാട്സാപ്പിൽ അതിൻ്റെ വോയിസും യൂട്യൂബിൽ അതിൻ്റെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും ചില ക്ലാസ്സുകളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെയൊക്കെ പോയിട്ടുണ്ട്. 2-3 ക്ലാസ്സുകൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ പഠനം നമ്മെ യഥാർത്ഥത്തിൽ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന ആ ഒരവസ്ഥയിൽ എത്തിക്കേണ്ടതും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിശുദ്ധീകരണത്തിലും നാം വർദ്ധിച്ചു വരും. അതിനൊക്കെ നമ്മുടെ പഠനം നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.